ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ നിന്ന് മധുരയ്ക്കുള്ള ഒരു യാത്രയിലാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തിരുവനന്തപുരത്ത് നിന്ന് മധുരയിലേക്കുള്ള റൂട്ടെന്ന് പറയുന്നത് നാഗർകോവിൽ വഴി കയറി വരാം. നമുക്ക് വേണമെങ്കിൽ ട്രെയിനിൽ പോവാം, ബസ്സിലും പോവാം. പക്ഷേ കാറിൽ പോകുന്നതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. രണ്ട് വശവും ഒരുപാട് കാഴ്ചകളുണ്ട്. പ്രത്യേകിച്ച് ഒരു എക്സ്പ്രസ് ഹൈവേ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ ഗൾഫിലൊക്കെ പോകുന്ന അതേ പ്രതീതിയാണ് തിരുവനന്തപുരത്ത് നിന്നും പുതിയ റോഡിലൂടെ മധുരയ്ക്കുള്ള യാത്ര. ഒരു 350ഓളം കിലോമീറ്റർ ഉണ്ടാവും. എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് കാണുമ്പോൾ താമസിയാതെ കേരളത്തിൽ നമ്മുടെ റോഡും ഇതുപോലെയൊക്കെ ആവുമല്ലോ. കുറേ ഭാഗങ്ങളൊക്കെ അങ്ങ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് കിട്ടില്ല. റോഡ് ടോളുണ്ട് പല സ്ഥലത്തും. പക്ഷേ കാറിലാവുമ്പം രണ്ട് സ്ഥലത്തും കാഴ്ചകൾ കാണാം. നമുക്ക് നിർത്തേണ്ടടുത്ത് നിർത്തി കാപ്പിയെ കുടിച്ച് റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകാം. അങ്ങനെ കാഴ്ചയ്ക്ക് ഒരുപാട് ഏരിയകളുണ്ട്. നല്ല മലകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തോട്ടങ്ങളുണ്ട്, വയലേലകളുണ്ട്, കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട്. അതുകൊണ്ട് മധുരയിലേക്കുള്ള ട്രിപ്പ് ഇന്ന് കാറിൽ തന്നെ ആക്കി. ഏത് കാറാണെന്ന് ഞാൻ വരും വഴി പറയാം. പിന്നെ ആ ദർശനം, അതിനുവേണ്ടിയുള്ള യാത്രയിലാണ്. പോകുന്ന വഴി കൂടുതൽ കാര്യങ്ങൾ പറയാം. കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തണമെന്ന്. പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് ഓർമ്മ പോലും ഇല്ല, ഒരു 10-25 വർഷം മുമ്പാണ് മധുര മീനാക്ഷി അമ്മയെ തൊഴാനായിട്ട് മധുരയിൽ പോയിട്ടുള്ളത്. ഇപ്പം ബിഗ് ബോസൊക്കെ കഴിഞ്ഞ് വേറെ ജോലിയൊന്നുമില്ല. സിനിമാ മേഖലയിൽ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. പലരോടും ചാൻസ് ചോദിച്ച് തെണ്ടി നടക്കുന്നു. കുറച്ചെണ്ണം കിട്ടുന്നു, ചെയ്യുന്നു, കുറച്ചെണ്ണം ഇറങ്ങുന്നു, കുറച്ചെണ്ണം ഇറങ്ങാനായിട്ട് റെഡിയാവുന്നു. എന്നാലും നല്ല പുഷ്ടിയോടുകൂടിയുള്ള നല്ല വേഷങ്ങളോ അല്ലെങ്കിൽ നല്ല മുൻനിര ആർട്ടിസ്റ്റുകളുടെ സിനിമകളോ വലിയ ബഡ്ജറ്റ് ബിഗ് ബാനറോ ഒന്നും ഇതുവരെയ്ക്കും കിട്ടിയില്ല. കിട്ടുമായിരിക്കാം, കിട്ടില്ലായിരിക്കാം, അതൊരു വിഷയമേ അല്ല. ഇപ്പോൾ എന്തായാലും വർക്കൊന്നുമില്ല. എന്നാൽ പിന്നെ മധുര മീനാക്ഷി അമ്മയെ പോയി തൊഴുത് കൂടുതൽ അനുഗ്രഹത്തോടെ വരാം എന്ന് വിചാരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് നേരെ മധുരയ്ക്കുള്ള യാത്രയാണ്. ആ യാത്രയിലാണ് ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയത്. കഴിഞ്ഞ ആഴ്ച ന്യൂ ഇയർ ഞാൻ ആഘോഷിച്ചത് പളനിയിലാണ്. ഞാൻ പളനി ആണ്ടവൻ്റെ സ്വന്തം ആളാണ്. കാലൊടിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേർന്നിരുന്നു, എണീച്ച് നടത്താൻ ആരോഗ്യം തന്നാൽ തീർച്ചയായിട്ടും പളനിയിൽ ഒരു ദിവസം 3 പ്രാവശ്യം കയറി ഇറങ്ങിയേക്കാമെന്ന്. പക്ഷേ ഇപ്പോൾ അത് കയറാനുള്ള ഒരു കാലിൻ്റെ ബലക്കുറവുണ്ട്. അതുകൊണ്ട് എന്നാലും ഡിസംബർ 31-ാം തീയതി പളനിയിൽ പോയി. അന്ന് തന്നെ വൈകുന്നേരം കയറി തൊഴുതു തിരിച്ച് ഇറങ്ങി. ന്യൂ ഇയർ ജനുവരി 1-ാം തീയതി വീണ്ടും രാവിലെ പളനി കയറി. ഡമ്മേ എന്താ ജനം! ശബരിമല സീസൺ പോലെ തന്നെ തമിഴ്നാട്ടിലെ ആൾക്കാർ, സഹോദരങ്ങളെല്ലാം മാലയിട്ടിട്ട് വ്രതം എടുത്ത് തന്നെ അവരും പളനി മല കയറുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 4-5 മണിക്കൂറെങ്കിലും ക്യൂ നിൽക്കേണ്ടി വന്നു രാവിലെ കയറാനായിട്ട്. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് ഞാൻ ഇറങ്ങിയിട്ട് എനിക്കൊരു 9-10 മണിക്കൊക്കെയാണ് ദർശനം കിട്ടിയത്. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങി. എന്നിട്ട് ഞാൻ കാർ ഓടിച്ച് എറണാകുളത്തേക്ക് വന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാനും ഭഗവാനും ദൈവം, പടച്ചവൻ, സൃഷ്ടാവ്, കർത്താവ് എന്നൊക്കെ പല പേര് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തോടെ ഞാൻ സഞ്ചരിക്കുന്നത്. കാരണം ബാക്കി എല്ലാവരും സുഹൃത്തുക്കളാണ്. പക്ഷെ പലപ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എന്നോടൊപ്പം സുഹൃത്തുക്കളെ എൻ്റെ സമയത്തിന് കിട്ടാറില്ല. കാരണം ഞാൻ ഫ്രീ ആണ്, പക്ഷേ അവർ പലരും തിരക്കാണ്, അതുകൊണ്ട് കിട്ടാറില്ല. അപ്പം ഞാൻ ഇനി കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും മധുരയിൽ എത്തിയിട്ട് അറിയിക്കാം. ഞാൻ വണ്ടിയിലേക്ക് കയറുകയാണ്. ഈ വണ്ടി എന്ന് പറയുന്നത് സിമ്പിൾ കണ്ടില്ലേ, ഏഷ്യാനെറ്റിൻ്റെ സ്വന്തം വണ്ടിയാണ്. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ടീമുമായിട്ടാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ മധുര മീനാക്ഷി അമ്മയെ കണ്ട് തൊഴുത് അനുഗ്രഹമാക്കാൻ, ആ ചൈതന്യ വിഗ്രഹം കണ്ട് ദർശിച്ച് തൊഴാനായിട്ട് പോകുന്നത് ഏഷ്യാനെറ്റിൻ്റെ സ്വന്തം വണ്ടിയിലും. ആ സഹോദരങ്ങളാണ് എന്നോട് കൂടെ ഉള്ളത്. അപ്പം ബാക്കി മധുരയിൽ പോയിട്ട്. താങ്ക് യു.